ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ബാക്ക് ഷോക്ക് പോയി ഷോറൂമിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായത് കൊണ്ട് ഇനി പുറത്ത് തേർഡ് പാർട്ടി ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ഉള്ളതാണ് ഷോറൂമിൽ പറഞ്ഞാൽ അതങ്ങനെ ഉള്ളതാ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. വെൽക്കം ബാക്ക് ടു ചാനൽ ജെവിസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം LJ. അങ്ങനെ 2 വർഷമായി നമ്മുടെ വണ്ടി നമ്മൾ മേടിച്ചിട്ട് 28,000 കിലോമീറ്റർ റണ്ണായിട്ടുണ്ട്. ഈ 28,000 കിലോമീറ്റർ ഞാൻ ഫേസ് ചെയ്ത കുറച്ച് ഇഷ്യൂസ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത്രയും നാളായിട്ട് വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ റീസെൻ്റ് ആയിട്ട് കുറച്ചധികം പ്രോബ്ലംസ് നമ്മുടെ വണ്ടി ഫേസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. യൂഷ്വൽ പീരിയോഡിക് സർവീസ് ഒക്കെ പോകുന്നതാണ്. ആസ് യൂഷ്വൽ നമ്മുടെ ഷോറൂമിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായത് കൊണ്ട് നമ്മളിനി പുറത്ത് തേർഡ് പാർട്ടി ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ആകെ ഞാൻ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ബാക്ക് ടെയിൽ മാത്രമാണ്. ജസ്റ്റ് ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സും അന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. ഫ്രണ്ടിൽ ഒരു ഫോഗും ആഡ് ചെയ്തായിരുന്നു. അതുമാത്രം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു 28 കിലോമീറ്റേഴ്സിൽ തന്നെ നമ്മുടെ ബാക്ക് ഷോക്കിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ബാക്ക് ഷോക്ക് പോയി. അപ്പോൾ നമ്മുടെ കൊച്ചിയിലുള്ള ROBയിലാണ് ഞാൻ കൊണ്ടുപോയി കാണിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഫ്രണ്ടിലെ ഫ്ലൂയിഡ് മാറ്റണം, ബാക്ക് ഷോക്ക് റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്ര ഒരു എമൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അന്വേഷിച്ചപ്പോൾ തൃശ്ശൂർ ഒരു ടീം ഷോക്ക് റീകണ്ടീഷൻ ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും പോയിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. 2500 ആണ് വിത്ത് ഇൻസ്റ്റാളേഷൻ അടക്കം അവർ പറഞ്ഞേക്കുന്നത്. 6 month വാറണ്ടി അവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ വണ്ടീൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് ബാക്കി കിട്ടിയേക്കുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹെഡ് ലാമ്പ് ഓഫായി പോവാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഓൾറെഡി നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ നമ്മുടെ മീറ്റർ കട്ടായി പോയിക്കൊണ്ടിരുന്നു. അത് എക്സ്പൾസിൽ പൊതുവെ ഉള്ളതാണ്. ഷോറൂമിൽ പറഞ്ഞാൽ അതങ്ങനെ ഉള്ളതാ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. സാറ്റിസ്ഫൈങ് റിപ്ലൈ അല്ല. അതിനുശേഷം ഇന്നലെ ഞാൻ കൊച്ചി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഗിയർ ഇടുമ്പോൾ ഒരു പ്രശ്നം വന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഗിയർ വീണു, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പെഡൽ ഒന്നോടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ടാൽ മാത്രമേ അത് വീഴുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. മേ ബി ഇനി സ്പോക്കറ്റാണോ ക്ലച്ചാണോ അതോ നമ്മുടെ ഇൻസൈഡിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യണം. അറിയുന്നവർ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. കാരണം ഇതിൻ്റെ പണി എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അത് അടുത്ത ദിവസം. എന്തായാലും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം 7 മണി ആയിട്ടുള്ളൂ. ഒരു 10 മണി 10:30 ആവും എന്തായാലും കട തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കാണിക്കണം, എന്തുകൊണ്ടാണ് ഇഷ്യൂ നമുക്ക് മനസ്സിലാക്കണം. എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്.